ഇനി മുതൽ ഒരു 100 ദിവസത്തെ സ്റ്റോറീസ് ഇവിടെ കിടക്കട്ടെ. അപ്പോ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഇത് ലഞ്ചിനുള്ളതാണ്. ചിക്കൻ കറി, നെയ്ച്ചോറും പപ്പടുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൊട്ടുണ്ടാക്കി, കാരണം പഴം ഉണ്ടായിരുന്നു. അപ്പോക്കും ദുവ എണീറ്റ് വന്ന് ചിക്കൻ കറിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കി അഭിപ്രായം പറഞ്ഞു. ദുവനെ ഫ്രഷ് ആക്കി ഓക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓളൊന്ന് സ്കൂളിലാക്കാൻ പോവാണ്. കുറെ ദിവസമായി ആക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അങ്ങനെ ആട്ടെ എന്ന് കരുതി. അങ്ങനെ ഓളൊക്കെ വിട്ട് വന്ന് ഒന്ന് മൊത്തത്തിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിനുണ്ടാക്കി വെച്ച നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ പോവാട്ടോ. പിന്നെ തലേ ദിവസം ബാക്കി വന്ന ഗോതമ്പ് ദോശ ഇങ്ങനെ ഒരു കേക്ക് ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഈ 2 തോണിയിൽ കാലിട്ടിക്കണ അവസ്ഥ എന്ന് പറയില്ല, അതുപോലെ ഉണ്ട് ഒപ്പത്തിന്റെ ഒരു അവസ്ഥ. 2 പേരേലും മാറി മാറി ഇങ്ങനെ നിൽക്കും. 2 വീട്ടിലും എന്റെ ആവശ്യമുണ്ട്. ഇനിയിപ്പോ വൈകുന്നേരം അങ്ങോട്ട് തന്നെ പോകും. ഇവിടെ ആവുമ്പോഴാട്ടോ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്ത് വർക്ക് എടുക്കല്. ഇവിടെ നിന്ന് ലഞ്ചിന് പുറത്തുനിന്നായിരുന്നു ഫുഡ്. ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. ഇവിടെ ഇപ്പൊ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ വീട് ഒഴിക്കലും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കുക്കൊന്നും ചെയ്തിട്ടില്ലേ. ഇതാണ് എന്റെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ. അപ്പൊ ഇതുവരെ ധോൻ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ലേ. ഇനിയിപ്പോ ഈ ഭാഗമൊക്കെ പൊളിക്കാണ്. അപ്പോൾ അതിന്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇനിയിപ്പോ പൊളിക്കണ വരെ ഓൾ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓക്ക് വിട്ടുകൊടുത്തതാണ്. അതിന്റെ സന്തോഷത്തിലാണ് ഓള്. ഞാനൊരു വ്ളോഗറാണ്, തിരക്കിന്റെ ഇടയിൽ പലപ്പോഴും ഞാൻ മറന്നുപോയിട്ട് പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ച് കിടക്കാൻ എത്തി ധോനി ഉറക്കി, ഞങ്ങളും ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.